നമ്മുടെ ശത്രുവാരി എന്റെ ബന്ധന. നിങ്ങളിവിടെ വെറുതെ ഇരിക്കുന്ന സമയത്തിന് എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഓഫീസിൽ പോകാൻ പാടില്ലായിരുന്നു. അതിനിപ്പോ ആരെങ്കിലും വണ്ടി ഓടിക്കുന്നത് പഠിച്ചിട്ടാണ്? ഈ ഞാൻ തന്നെ ഓടിച്ചത് എങ്ങനെയാണ്? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. എന്റെ പൊന്നോ, അത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛന്റെ ലാമ്പ് എടുത്തിട്ട് ലഡാക്കി കാമുകിനെ കാണാൻ പോയ കഥയല്ലേ? ആ തള്ളി പഞ്ചായത്ത് മുഴുവൻ പാട്ടാണ്. തള്ളൊന്നും അല്ലത്. ശരി, അത് പറഞ്ഞപ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ വന്നത്. എനിക്കൊന്ന് മത്സരിച്ചുകൂടായിരുന്നു? നമ്മുടെ കുടുംബക്കാർ പോലും വോട്ട് ചെയ്യല്ലേ, പിന്നെയല്ലേ നാട്ടുകാരുടെ കാര്യം. അതൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകി നമുക്ക് സെറ്റാക്കാമേ. ഈ മെമ്പർക്കൊക്കെ എന്ത് ശമ്പളം ഉണ്ടെന്നാണ്? ഏതാണ്ട് 8500 രൂപ ഉണ്ടാവും. അതുകൊണ്ട് എന്തെടുക്കാനാണ്? അങ്ങനെ പറയരുത്, ഇതൊക്കെ ഒരു ജനസേവനാണ്. ജനസേവനമാണ്. അങ്ങനെ ജനങ്ങളെ സേവിച്ച് നമ്മുടെ കഴിഞ്ഞ മെമ്പറേ ഈ പഞ്ചായത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ട് എത്ര സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന് അറിയാവാ? ആര്? വിക്രമനാ? വിക്രമന്റെ അക്രമം കാണാനിരിക്കണതേ ഉള്ളു. അങ്ങനെയുണ്ട് കുറെ മെമ്പർമാര് നല്ലവരെ പറയിപ്പിക്കാനായിട്ട്. അത് ശരി. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് പത്രിക സമർപ്പിച്ചിട്ടുള്ള ബാക്കി കാര്യം. മീൻ വെട്ടിയിട്ട് സമർപ്പിച്ചാ പോരെ? എങ്ങനെ? അത് എങ്ങനെ വെട്ടണം? അതിന്റെ തല വെട്ടുമ്പോഴേക്കും കണ്ണ് കളയണ്ടെന്നാ ചോദിച്ചത്. അത് വെക്കണ അവരുടെ ഇഷ്ടം. ഓ, അപ്പൊ നമുക്കിട്ടാണ്. മൂട് പോയി മെമ്പറാകാനുള്ള മൂട് പോയി. നമ്മുടെ പാർട്ടിക്കാരനല്ല, മറ്റേ പാർട്ടിക്കാരനാണ്. പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ ആ ചേച്ചിയാണ്. നൈസായിട്ട് എന്താ വെച്ചാൽ ബാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുക്കള വിടുവാ. അയ്യ, അതെന്തിനാണ് അടുക്കളയിലായിട്ട് പോണത്? ഇവിടെ നിനക്ക് വോട്ട് പിടിക്കാൻ രീതി അറിയാൻ വേണ്ടിട്ടാ. നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചിടാം. വാ. ഇത് പിടിച്ചെടുക്കാനാണ് ഇങ്ങനെ അടുക്കള പുറത്തേക്ക് വന്നത്. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ് വാഴക്കുളം പഞ്ചായത്തിലെ 12ാം വാർഡിലെ തമ്പി പൂങ്കുളം. നമ്മുടെ ചിഹ്നം വാഴക്കൊല. ക്ഷമിക്കണം കേട്ടാ, കണ്ടില്ല. നീ പറഞ്ഞു തുടങ്ങിയോ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. സിനിമ നടി ആനയുടെ അതേ ചായ ഇല്ലടാ? ഉണ്ട്, എനിക്കും തോന്നിയായിരുന്നു. ഇവക്ക് മണ്ണം ചേരില്ലാവട്ടെ, ഇവിടെ ഇല്ല കേട്ടാ. ആനയ്ക്ക് ലേശം കൂടി വണ്ണമുണ്ട്. വാഴക്കൊല നിമണം. എന്തായാലും നമ്മുടെ വോട്ട് തമ്മിച്ചേട്ടനാണ്. നിമണം. അയ്യോ, സന്തോഷം. ഓഹോ, ശരി. വേണ്ട, വോട്ട് പിടിച്ചേണ്ട. മാമനെ കൂട്ടു കളിക്കാൻ. അവനെ പണി നോക്കി പോയേ. അടിപൊളി. അവനെ നോക്കണം. അതന്നെ, അവൻ അങ്ങനെ തന്നെയാണോ? ഇങ്ങനെയൊന്നും അല്ലല്ലോ കല്യാണത്തിന് മുമ്പ് പറഞ്ഞത്. ആനീനെ പോലെ ഇരിക്കണത്, ശോഭനെ പോലെ ഇരിക്കണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ആനീനെയും ശോഭനയും പോലെയാണ് ഇരിക്കണെന്ന്, ശരീരം എല്ല് പോലെ. ഐശ്വര്യയുടെ കണ്ണാണെന്ന് പറഞ്ഞതാ. പൊന്നോ, ഇടി വളക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല വെടിയും ഞാൻ അടിക്കും. അതൊക്കെ വിശ്വസിച്ചിട്ടിരിക്കണം. ഐശ്വര്യയുടെ കണ്ണേ, കണ്ണാടി നോക്കട്ടോ. അപ്പൊ കൊച്ചിന് തലത്തെടുത്തിക്കേ. മനസ്സിലായില്ല. വിക്രമനാണെങ്കിലും മുത്തുവാണെന്നുണ്ടെങ്കിലും മാസ്ക് പോലും വെക്കാതല്ലേ വീട്ടിലോട്ട് കയറി വന്നത്. ഇത് എങ്ങോട്ട് തള്ളിക്കയറി പോയി? അവനറിയാവേ? ആ വിക്രമനാടാ. ആരൊക്കെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്ന് പോടാം. അല്ലേ, ഞാൻ വന്നത് ഇലക്ഷനൊക്കെ അല്ലേ. ആര്? തമ്പി മറ്റേ. അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. വിക്രമം പറയുന്ന ആൾക്ക് മാത്രമേ നമ്മൾ കുത്തത്തുള്ളൂ. കാരണം അതാ നമ്മളുടെ ഇരിപ്പ് വെച്ചാൽ. കഴിഞ്ഞ വർഷത്തെ ഒരു കുറച്ച് വളം വീട്ടിരിപ്പുണ്ട്. അത് നിനക്ക് എത്രയെന്ന് വെച്ചാൽ നീ എടുത്തോണ്ട് പോരും. പിന്നെ വെച്ചാൽ ചിറ്റപ്പനിടും, അപ്പുറത്തെ അമ്മാവനോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടാ. നല്ല ആളാ. നമ്മള് കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം നമ്മളായിരിക്കും. അറിയാലോ ചേട്ടാ. ശരി. ഇതും പറഞ്ഞ മാമന്റെ അടുത്തായിട്ട് അല്ലാതെ കുഴപ്പമില്ല, ഇപ്പൊ തന്നെ കിട്ടും. ശരിയാണല്ലേ. 45,000 രൂപക്ക് 15,000 രൂപ കമ്മീഷൻ മേടിച്ചാലേ. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ സ്ഥാനാർത്ഥി പേര് സജന, വയസ്സ് 32, 2 കുട്ടികൾ ഊട്ടി പഠിക്കുന്നു, ഭർത്താവ് ഗൾഫില്, വീട്ടുപേര് കൈതക്കാട്, വീട്ടിലൊറ്റയ്ക്ക് താമസം. ഇയാളെന്താ മിണ്ടത്തില്ലേ? ഊമയാണോ? അല്ലേച്ചി, എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കണ്ടേ? ഞാൻ അറിഞ്ഞത് അടുത്ത ജില്ലയിൽ നിന്ന് വരെ സജിനെ വോട്ട് ചെയ്യാൻ വേണ്ടെന്നാണ്. മിക്കവാറും സജിന് തന്നെ ഇവിടെ ജയിക്കും. നോക്കിക്കോ. എന്നെ കൂട്ടുകാരനെ എന്നെ ജയിപ്പിക്കണേ ചേട്ടാ. ഒന്നുമില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പഞ്ചായത്തിലേക്ക് വരാല്ല. പോയേക്കാം ചേച്ചി. അപ്പൊ എന്റെ കാര്യം ഞാൻ മറക്കരുടി.
വോട്ടുണ്ട്? ഒരാൾക്ക് ഒരു വോട്ട്. അപ്പൊ ഈ വന്ന 3 പേരോട് വെച്ച പറഞ്ഞ് വോട്ട് തരാനാണല്ലോ. അത് പിന്നെ അവർ നമ്മുടെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു വരുമ്പോഴേക്കും നമ്മൾ തരത്തില്ലെന്ന് പറഞ്ഞ് വിടുന്നത് മോശമല്ലേ? ഇതാകുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ? അപ്പൊ പിന്നെ ആർക്കാണ് വോട്ട് കൊടുക്കുന്നത്? അച്ഛ വോട്ട് ചെയ്യുന്നത് നാടിനും നാട്ടുകാർക്കും ഒക്കെ നന്മ ചെയ്യുന്ന നന്മപരങ്ങൾക്ക്. അച്ഛ ഒരു നന്മപരത്തിനെ കണ്ടുവച്ചിട്ടുണ്ട്. മക്കൾ വരുന്ന് പഠിച്ച മക്കളെ ചെല്ലേ. നിങ്ങൾ ഉദ്ദേശിച്ച നന്മമരം ഏതാന്ന് എനിക്ക് മനസ്സിലായി. ഏതാണ്? എന്തോ ഒരു പേരായിരുന്നു അവിടുത്തെ. അത് പിന്നെ പാവം ഒറ്റക്ക് താമസിക്കുന്ന ഒരാള്. ഈ കൈ കൊണ്ടല്ലേ ഉപ്പ് കൊടുക്കാൻ പോണോട്ട്. അയ്യോ, നീ ഉദ്ദേശിക്കണ നന്മമരമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ ഉദ്ദേശിക്കണ നന്മമരമല്ല.